എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ആദ്യമായിട്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിലും പങ്കുചേരുകയാണ്. ഇന്ന് നല്ലൊരു മോർണിംഗ് അല്ല, കാരണം ഇസ്രായേൽ ബന്ധം വഷളായിരിക്കുകയാണ്, സംഘർഷം കൂടിയിരിക്കുകയാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ മേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു റിയാക്ഷൻ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ മാർക്കറ്റുകളും വളരെ വീക്കാണ്. അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചറുകളും വളരെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ്, ബ്രന്റ് ക്രൂഡ് ഓയിൽ വളരെ ഹൈ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ഇന്ന് $3454 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $80 പെർ ബാരൽ വരെ ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ $77.6 പെർ ബാരലിനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ രൂപ $USന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള വർധനവാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നും ആ അത്തരത്തിലൊരു വീക്ക്നെസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ഓർഡർ ബാങ്കിങ് ന്യൂസ് ഫ്ലോസ് ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ. NBCC 518.5 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രോംപ്ടൺ ഗ്രീവ്സ് 100.68 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് 580 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ടോറൻ പവർ 2650 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഡർ ബാക്കിംഗ് ന്യൂസ് ഫ്ലോസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും കാണാനായിട്ട് സാധ്യതയില്ല. കാരണം പൊതുവെ അറൗണ്ട് 150-200 പോയിന്റ് ഡൗൺ ആയിട്ടാണ് നമ്മൾ നിഫ്റ്റി ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇന്നൊരു IPO മാർക്കറ്റിൽ ഓപ്പൺ ആവുന്നുണ്ട്. ഈ IPO ഓസ്വാൾ പമ്പ്സ് ആണ്. ഡൈവേഴ്സിഫൈഡ് പമ്പ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു കമ്പനിയാണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. സോളാർ പമ്പുകളൊക്കെ ധാരാളം ഇൻസ്റ്റലേഷൻ നടത്തിയിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 17-ാം തീയതിയാണ് ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ഓസ്വാൾ പമ്പ്സ്. കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇസ്രായേൽ-ഇറാൻ ന്യൂസ് ഫ്ലോസ് വാച്ച് ചെയ്യുക. വലിയ രീതിയിൽ ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ സംഘർഷം വൈഡ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇറാൻ US-ൻ്റെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു US കൂടി ഇത്തരത്തിലുള്ള സംഘർഷത്തിൽ ഇടപെട്ടേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനാണ് ഇന്ന് ഏഷ്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും അത്തരത്തിലുള്ള ഒരു വീക്ക്നെസ് കാണിച്ചേക്കാം. ഇന്ത്യൻ മാർക്കറ്റിലും അത്തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടായേക്കാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം പ്രോഫിറ്റുള്ള പൊസിഷനുകളിൽ നിന്നൊക്കെ കുറേ പ്രോഫിറ്റ് എടുക്കുന്നുള്ളൊരു കാര്യം സജസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടുകയാണ് ലോവർ ലെവലിൽ റീഎൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇസ്രായേൽ ന്യൂസ് ഫ്ലോസ് വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലൊരു തിങ്കിങ് എടുത്താൽ മതി ഇന്ന് മാർക്കറ്റിൽ. ഒപ്പം പുതിയ IPO ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ആ IPOയിൽ അപ്ലൈ ആവുന്നതാണ്. ഈ IPO കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.